ഹായ് ഹലോ നമസ്കാരം. ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ അറിവിൻ്റെ വേദിക്ക് ഒരിക്കൽ കൂടി കളമൊരുങ്ങുമ്പോൾ ഇന്ന് നമ്മളുള്ളത് പാലക്കാട് മണ്ണിലാണ്. സോ സ്ക്രാച്ച് ആൻഡ് വിന്നിൽ പാലക്കാടുകാർക്ക് തന്നെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് മുഖങ്ങൾ കൂടിയാണ്. നവമാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട രണ്ട് വ്യക്തിത്വങ്ങൾ. ഹായ് ഗൈസ്, ഞാൻ പ്രജിത് പരമേശ്വരൻ. ഹായ്, എൻ്റെ പേര് ആര്യ. മാനത്തെ താരങ്ങൾ പോലെ ഉള്ളിൽ നിറഞ്ഞു നീ പിന്നെ. നമ്മൾ വരുന്നത് പാലക്കാട് നിന്നാണ്. നിങ്ങൾ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും റീൽസിലും പാട്ടിലൊക്കെ. നമസ്കാരം. എന്താണ് വിശേഷം? എങ്ങനെ പോകുന്നു? എങ്ങനെ ഡിജിറ്റൽ യുഗത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ രണ്ടാളും. റീലും പാർട്ട്നേഴ്സ് ആണ്, റിയൽ ലൈഫിലും പാർട്ട്നേഴ്സ് ആണ് അല്ലെ? ശരിക്കും റിയൽ രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് പോകുമ്പോൾ എങ്ങനെയുണ്ട് ലൈഫ്? സൈലോടെ നോക്കിട്ട് പോലെ ഇവിടെയാണ് ഉദ്ദേശിച്ചത്. ഇവിടെ അല്ല, നമ്മുടെ വേറെ വർക്കിന്റെ കാര്യമൊക്കെ നോക്കുമ്പോൾ ചെറുതായിട്ട് ഇവിടെ നമുക്ക് പരിചയമുണ്ട്. ഇതല്ലാത്തൊരു മേഖലയിൽ എന്താ ശരിക്കും പ്രൊഫഷൻ? ഞാൻ IT കമ്പനിയിലാണ്. ആണ്, അടിപൊളി. നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് അതാണ് ഒരു ബാലൻസിന്റെ പ്രശ്നം. വീഡിയോസ് സമയമാണ് പ്രശ്നം. ഇവിടെ നമ്മൾ എന്താണ് ഇൻഫ്ലുവൻസർ അല്ലാതെ ഒരു ട്രാക്ക് എന്താണ്? ഞാൻ മ്യൂസിക് ടീച്ചറാണ്. അടിപൊളി. ഓക്കെ, അപ്പൊ സംഗീതം കൂടിയുണ്ട്. അപ്പൊ എനിക്കൊന്ന് കുറച്ചുകൂടെ സ്ട്രെസ് പ്രൊജക്റ്റിന്റെ ഒഴിവാക്കാൻ ഒരു കാരണം കൂടിയാവും അല്ലേ? സ്പോട്ടിഫൈ ആണ്. അതെ, അത് നല്ല പ്രയോഗമാണ്. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. കുറെ വിശേഷങ്ങൾ അറിയാനുണ്ട്, കുറെ മത്സരിക്കാനുണ്ട്, കുറെ നേടാനുണ്ട്. ഓക്കെ, തുടങ്ങാം. സോ പ്ലീസ്. ആരെ കൂട്ടത്തിൽ കൂടുതൽ സംസാരിക്കുന്ന ആരാ? ഇവിടെയാണ്, പക്ഷെ ഇവിടെ ചിരി മാത്രമേ വരുന്നുള്ളൂ. സംസാരിക്കും, ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ അറിയാം, മാറും. ട്രാക്കിലാവാൻ കുറച്ച് സമയം എടുക്കും എന്നുള്ളത് അല്ലേ? ആരെ കുറെ കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആരാ കോണ്ടന്റില്? ഇവിടെയാണ്. ഇത് എവിടുന്ന് എങ്ങനെ ഈ ആശയങ്ങൾ വരുന്നത്? മറ്റുള്ളവർ ചെയ്യുന്നത് ഫുള്ളായിട്ട് അങ്ങനെ കോപ്പി അടിക്കില്ല, ചെറുതായിട്ട് നമ്മുടെ രീതിക്ക് ചെയ്യും അങ്ങനെയൊക്കെ. പിന്നെ ചിലതൊക്കെ നമുക്ക് തന്നെ ഇരിക്കുമ്പോൾ നമ്മുടെ റിയൽ ലൈഫിൽ നടക്കുന്നത് തന്നെ ക്യാച്ച് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്നു. അപ്പൊ എന്തായാലും ഇന്ന് എത്തിയുള്ളത് ലൈഫിൽ കുറെ അധികം ഭാഗ്യങ്ങളും നിർഭാഗ്യങ്ങളും ഒക്കെ വന്നു പോയിട്ടുണ്ടാവും അല്ലെ? സോ അത്യത്തിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിവിന്റെ പരീക്ഷണ വേദി കൂടിയാണ്. പ്രത്യേകിച്ച് അത് പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേഖല തന്നെയാണ്, സിനിമ തന്നെയായിരിക്കും അല്ലേ? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 3 റൗണ്ടുകളിലൂടെ നമ്മൾ പോകും. ആദ്യത്തെ റൗണ്ടിൽ 30 സെക്കൻഡ്സ് ആയിരിക്കും നിങ്ങൾക്കുള്ള സമയപരിധി. അതിനുള്ളിൽ 2 ചോദ്യങ്ങൾ വരും. ഉത്തരങ്ങൾ പറയുമ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന കാർഡ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ക്രാച്ച് ചെയ്യാം. അപ്പോൾ അത്രയാണോ അവിടെ തൊട്ട് നമ്മൾ അങ്ങ് നേടാൻ തുടങ്ങുകയാണ്. ഫസ്റ്റ് റൗണ്ട് തുടങ്ങണ്ടേ? യെസ്. അപ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് റൗണ്ടിലെ ആദ്യ ചോദ്യം വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ഭാഗ്യം ഒളിഞ്ഞിരിക്കുന്ന ഒരു കാർഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. യെസ്, ഒഴിഞ്ഞൊക്കെ എടുക്ക്. ഉത്തരം കറക്റ്റ് ആകുമ്പോ ഈ കാർഡ് ഇവിടെ ഇരുന്നോട്ടെ, നമുക്ക് സ്ക്രാച്ച് ചെയ്യാനുള്ള സമയത്തിലോട്ട് പോവാം. ഓക്കെ, എന്തായാലും കോണ്ടന്റ് ചെയ്യുമ്പോൾ ഇഷ്ടമുണ്ട്, അതിൽ സ്വാഭാവികമായിട്ട് റവന്യൂ ഉണ്ട്. പക്ഷെ തീർച്ചയായിട്ടും അതോടെ അങ്ങോട്ട് ഒരു എയിം മറ്റൊന്നാണ് അല്ലെ? എന്താണ്? സിനിമയായിരിക്കും. അങ്ങനെ തന്നെയാണല്ലേ? ആണ്. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് റൗണ്ടിലെ ഫസ്റ്റ് ചോദ്യം നിങ്ങൾക്ക് വരുന്നതും 30 സെക്കൻഡ്സിനുള്ളിൽ നിങ്ങൾ പറയേണ്ടത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ വന്ന് സിനിമയിലെ താരങ്ങളായി മാറിയ 5 പേരുടെ പേരാണ്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അഖിൽ NRD. യെസ്. ഇഷ്ടം പോലെ പേര്. റോബിൻ. മൂവി ചെയ്തിട്ടില്ലല്ലോ? ഇല്ല, പോകുന്നേ ഉള്ളൂ. അംബരീഷ്. യെസ്. മറ്റേ ബിഗ് ബോസിൽ വന്നപ്പോൾ ഇഷ്ടം പോലെ പേര്. കഴിഞ്ഞ വർഷമൊക്കെ ഇഷ്ടം പോലെ നമുക്ക്. യെസ്. സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വാഴയിലില്ലേ അവന്റെ പേര്? ആ സിനിമ നോക്കിയാൽ തന്നെ ഇഷ്ടം പോലെ പേര് അതിൽ തന്നെ കിട്ടും. ഹാഷിർ. ഒന്നുകൂടെ. 5 4 3. അക്ഷയ ഉദയകുമാർ. പോയ വർഷം ഒരു പക്ഷേ ഡിജിറ്റലിലൂടെ വന്ന് കുറെ അധികം നമുക്ക് ആക്ടേഴ്സിന് കിട്ടിയിട്ടുണ്ട്. അവർക്കൊക്കെ ശ്രദ്ധിക്കേണ്ട വേഷങ്ങളും കിട്ടുന്നില്ല. അതെ, പക്ഷെ അത് ലാസ്റ്റിലേക്ക് ഒപ്പിച്ചെടുത്തു. സോ കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അപ്പൊ ഈ തുടക്കം ഇവിടെ നിന്ന് അങ്ങോട്ട് കാണണം. ഓക്കെ, സോ സ്ക്രാച്ച് ചെയ്തു. നമ്പർ കയറി പോവാതെ. യെസ്, എന്തായാലും ഭാഗ്യമാണ് തുടച്ചുള്ളത്. അത് 3 അക്കത്തിലൂടെയാണ്. 150 150 തുടക്കം. കാരണം വെച്ചാൽ ഇതിൽ ഭാഗ്യം നിർഭാഗ്യമൊക്കെ ഉണ്ട്. ചെറുത് ഈ 15 കാർഡ് വലിയ വെറ്റെ. അതുപോലെ തന്നെ കയ്യിലുള്ള എമൗണ്ടും പോവാതിരിക്കട്ടെ. ചിലപ്പോൾ ഓൾ കോൺ കിട്ടി കഴിഞ്ഞ് പോവും, ഹാഫ് കോൺ കിട്ടിയ എമൗണ്ട് പകുതിയിൽ പോവും. ഡബിൾ അപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ എമൗണ്ട് തിരിച്ച് ഡബിൾ ആയിട്ട് വരും. ഓക്കെ, യെസ്. അപ്പൊ എന്തായാലും 150 കുറെ അധികം 4 5 ആയിട്ട് മാറട്ടെ. ഓൾ ദ ബെസ്റ്റ്. പൊതുവെ നമ്മൾ പറയും ഡിജിറ്റൽ കിട്ടുന്ന റീച്ച് ഭയങ്കര വലുതാണ് അല്ലെ? പക്ഷെ അതുപോലെ തന്നെ ഇപ്പുറത്ത് അല്ലെ
പെട്ടെന്ന് കിട്ടുന്ന റിയാക്ഷൻസും അല്ലെങ്കിൽ ചിലപ്പോൾ വിമർശനങ്ങൾ വന്നേക്കാം, ചിലപ്പോൾ നമ്മൾ തീരെ പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന നെഗറ്റീവ് കമന്റ്സ് വന്നേക്കാം. നമ്മൾ പറയും വലിയ കാര്യമായിരുന്നു എടുക്കേണ്ടത്, എങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന ഭംഗിയുള്ള കോണ്ടന്റിന് എന്തിനും ഇങ്ങനെയൊക്കെ പറയണം നമുക്ക് ചിന്ത വരും അല്ലെ. ഈ സ്റ്റേജ് എന്തായാലും നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും, ആ സ്റ്റേജിനെ ഓവർകം ചെയ്തോ, എങ്ങനെയായിരുന്നു അത് ഫേസ് ചെയ്ത്? നമ്മൾ മോസ്റ്റ്ലി കമന്റ്സ് അങ്ങനെ നോക്കാറില്ല, എന്നാലും എങ്ങനെയൊക്കെ ഇങ്ങനെ ആര് നോക്കാറുണ്ട്? നമുക്ക് കിട്ടറിയാം. ഞാൻ നോക്കലില്ല. ജിത്തു ഇടയ്ക്ക് വല്ലപ്പോഴും നോക്കും, പിന്നെ വല്ലപ്പോഴും നോക്കും. അല്ല, അഥവാ നോക്കുമ്പോ ഇങ്ങനെ നെഗറ്റീവ് വരുമ്പോ ആദ്യമൊക്കെ ഇല്ല ഇനി നോക്കണ്ട, ഇവരൊക്കെ ഇങ്ങനെ പറയാം, അവർക്ക് പറയാനല്ലേ പറ്റുള്ളൂ അങ്ങനൊക്കെ വിചാരിക്കാം. പിന്നെ ഇപ്പൊ അത് മൈൻഡ് ആക്കലില്ല. ആ വഴിക്ക് അങ്ങ് വിടും. പറയട്ടെ, നമുക്ക് അതെ, ശരിക്കും പരിഗണിക്കാതിരിക്കാൻ നല്ലത് അല്ലേ. പക്ഷെ ഏറ്റവും കൂടുതൽ സ്വീകാര്യത കിട്ടിയിട്ടുള്ള ഭയങ്കര അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു റീൽ കോണ്ടന്റ് ഏതായിരുന്നു? അമ്മയുടെ കൂടെ. ഓക്കെ. പുള്ളിക്കാരിയും അമ്മയും നിൽക്കുമ്പോൾ ഞാൻ പുള്ളിക്കാരിക്ക് ഒരു കിസ് കൊടുത്തു, എന്നിട്ട് പിന്നെ അമ്മയ്ക്ക് ഒരു കിസ് കൊടുത്തു. അത് ഭയങ്കര റീച്ച് ആയിരുന്നു. അതിന് നെഗറ്റീവ് കമന്റ്സേ ഇല്ല. എപ്പോഴും നമ്മളിത് റിയൽ ലൈഫിൽ പറയുന്ന കാര്യമാണ് അല്ലെ, വൈഫും അല്ലെ മോം ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ള സാധനം. അപ്പോ പാലക്കാടിന് മണ്ണിലായതുകൊണ്ട് തന്നെ ഫസ്റ്റ് റൗണ്ടിൽ പാലക്കാട് കണക്ട് ചെയ്ത് എങ്ങനെയാണ് പോകാതിരിക്കുക അല്ലെ. സോ പാലക്കാട് ഭാഷ സംസാരിച്ച, പാലക്കാട് പ്രമേയമായിട്ട് വന്നിട്ടുള്ള 5 സിനിമകളാണ് നിങ്ങൾ പറയേണ്ടത്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓർഡിനറി, പക്ക വിജയേട്ടന്റെ അസാമാന്യ സ്ലാങ് കണ്ടതാണ്. ഉത്സാഹ കമ്മിറ്റി, യെസ്. കാണലില്ല. സമയം പോയിക്കൊണ്ടിരിക്കുന്നു. സർവമായ പാലക്കാട് എന്നുള്ളത് പറയാം. ഓക്കെ, കൗണ്ട് ഡൗൺ ഇപ്പൊ മെല്ലെ നമ്മൾ സമയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. So 5, 4, 3, റൺവേയോ? 2, 1. റൺവേ ആക്ച്വലി ഉൾപ്പെടുത്താം, പക്ഷെ പാലക്കാട് പ്രമേയമായിട്ടുള്ളത്, അതായത് പാലക്കാട് വന്നു പോകുന്നു എന്നുള്ള രീതിയിലേക്ക് കൂടിയാണ്. അങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ ചോദിച്ചു ഇത്രയും സിനിമകൾ വരേണ്ടതല്ലേ, അതുകൊണ്ടാണ് ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുന്നത് പറഞ്ഞത്. നമ്മൾ ആ ഭാഷ മാത്രമല്ല ആ സ്ഥലം കൂടിയും പ്രമേയമായിട്ട് വരുന്ന എന്നുള്ള രീതിയിലേക്കാണ് ചോദിച്ചത്. പക്ഷെ ജസ്റ്റ് മിസ് ഫസ്റ്റ് റൗണ്ട് തുടങ്ങിയല്ലേ ഉള്ളൂ, ഒരു ചോദ്യമല്ലേ മിസ്സായിട്ടുള്ളൂ. അതിനടുത്തേക്ക് പോവാം. പക്ഷെ ആ ചോദ്യത്തിന് നിങ്ങൾക്ക് തരേണ്ട കാർഡ് ഉണ്ട് സ്വാഭാവികമായിട്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ഉത്തരം കറക്റ്റ് ആവാത്തത് കൊണ്ട് തന്നെ പറ്റില്ല. അപ്പോൾ ഒന്നില്ലെങ്കിൽ ആ കാർഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് സ്ക്രാച്ച് ചെയ്ത് നോക്കാം, എങ്ങനെയും റൈറ്റ് ആൻസർ ആയിരുന്നെങ്കിൽ എത്രയായിരുന്നു എമൗണ്ട് എന്നുള്ളത്. ഇനി അതല്ല, ആ കാർഡ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ അടുത്ത റൗണ്ടിലോട്ട് പോകണമെങ്കിൽ അങ്ങനെ പോവാം. എന്ത് വേണം? നോക്കാം. ഓക്കെ, യെസ്. സ്ക്രാച്ച് ചെയ്ത് നോക്കാലോ. അല്ല എന്താണെന്നുണ്ടെങ്കിലും അല്ലെ പ്രശ്നമില്ല, വിഷമമില്ല, സ്ക്രാച്ച് ചെയ്തോളൂ. യെസ്, കുറച്ച് സമാധാനം ഉണ്ട് അല്ലേ. അതിന്റെ മുഖത്തൊക്കെ ഒരു കുറച്ച് ആശ്വാസം വന്നിട്ടുണ്ട്. 200 പോവായിരുന്നുള്ളൂ. അതെ, 2000 അല്ല. നിരാശപ്പെടേണ്ട ആവശ്യമില്ല, നമുക്ക് അടുത്ത റൗണ്ടിൽ തിരിച്ചു പിടിക്കാവുന്നേ ഉള്ളൂ അല്ലെ. യെസ്, അപ്പൊ തീർച്ചയായിട്ടും അടുത്ത റൗണ്ടിൽ അല്ലെ ഇപ്പൊ നഷ്ടപ്പെട്ടത് ഇരട്ടിയായിട്ട് തിരിച്ചു പിടിക്കാൻ പറ്റട്ടെ. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ 150 അങ്ങനെ നിൽക്കുകയാണ്. നഷ്ടപ്പെട്ടതാണെങ്കിൽ 200 ആയിരുന്നു. അപ്പൊ എന്തായാലും ഒരു തിരിച്ചുവരവ് നമ്മൾ ഈ റൗണ്ടിലെ പറഞ്ഞിരുന്നു. ആ പ്രതീക്ഷയിൽ തന്നെ രണ്ടുപേരും നിൽക്കുകയാണ്, ഞാനും. ഓക്കെ, അപ്പൊ എന്തായാലും രണ്ടാമത്തെ റൗണ്ട് തുടങ്ങുന്നതിന് മുമ്പ് അസാധ്യമായിട്ടുള്ള ഒരു കലാകാരൻ നിൽക്കുമ്പോ അല്ലെ ഒരു പാട്ടൊക്കെ വേണ്ട ജിത്തു. സോ அவ்வாறு நோக்கினான் இவ்வாறு நானுமே கண்ணாடி முன்னின்று பார்த்து கொண்டேன். ஒன்றாக செய்திட 100 நாடகம் ஒத்திகைகள் செய்த பார்த்திருந்தே எதிர்பாராமலே அவன் எதிர்பாராமலே அவன் ஓ பின்னிருந்து வந்த என்னே பம்பரமா சுருற்று விட்டு உலகென்று பெருவாயன் என்று வாழ்வோடு வாய்ப்பதித்தான். അതൊക്കെ നിർത്തിക്കാൻ തോന്നുന്നില്ല, സീരിയസ് നിർത്തിക്കാൻ തോന്നുന്നില്ല. അതിനായിട്ട് ഏറ്റവും കൗതുകമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ലൈവായിട്ട് ഫസ്റ്റ് ടൈം കേൾക്കാണ്. പക്ഷെ അതിനേക്കാളും ഇതിലാണ് ജിത്ത് ഏതാണ്ട് ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ കൗതുകത്തോടൊക്കെ നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതെനിക്ക് തോന്നുന്നു അത് അറിയാതെ സംഭവിച്ച് ഇങ്ങനെ പോകുന്നതാണ്. ജിത്ത് അറിയാതെ ഷോ ആണെന്നൊക്കെ വിട്ടുപോയി ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടത്തോടെ. അത് മനസ്സിലായി, ഇപ്പൊ ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടുത്തെ പാട്ടും അവിടുത്തെ വിഷുവാണ് കണ്ടോണ്ടിരുന്നത്. ഒരു രക്ഷയില്ല. ഇനിയും പാട്ടുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പാട്ട് മാത്രമല്ല അല്ലെ, ഇനി നമുക്ക് നേടാനും കൂടിയുള്ള സമയം കൂടിയാണ്. അപ്പോ തീർച്ചയായിട്ടും നേരത്തെ കാർഡ് സ്ക്രാച്ച് ചെയ്തിട്ട് മിസ്സായതുകൊണ്ട് തന്നെ ഈ കാർഡിൽ കം ബാക്ക് നടത്താനുള്ള
കാർഡ് സെലക്ട് ചെയ്യാനുള്ള സമയം കൂടിയാണ്. പ്രാർത്ഥിച്ചെടുക്കാം. അതെ. ഒരു 4 5 ആവട്ടെ. റെഡി? യെസ്. അപ്പൊ എന്തായാലും നിങ്ങൾ രണ്ടുപേരിലെ ഒരാൾ എന്റെ അടുത്തോട്ട് വരണം. ആരായിരിക്കും വരാൻ പോകുന്നത്? അതെ, പറഞ്ഞു വിട്ടു അല്ലേ? യെസ്. റീലിൽ അഭിനയിച്ച് തകർക്കുന്നവരാണ്. അപ്പൊ ഇപ്പൊ തരാൻ പോകുന്നത് ആയിരിക്കും ഞാനൊരു മൂവി ഡയലോഗ് കൊടുക്കും. ഓക്കെ, 1 മിനിറ്റ് സമയം തരും. ആ ഡയലോഗ് കേട്ടിട്ട് ഏതാണ് സിനിമ എന്നുള്ളത് ഗസ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വായിച്ചോളൂ. ഓക്കെ അല്ലേ? സമയം തരട്ടെ. റെഡി? ജിത്തു ഓക്കെ അല്ലേ? ഇപ്പൊ തന്നെ ഇടിക്കാൻ തുടങ്ങി. ഓക്കെ, സോ ജിത്തു, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പ്ലാച്ചിമടയിൽ എന്തൊരു വരൾച്ചയാ സാറേ. ഞാൻ അങ്ങോട്ടേക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്നതാ. പച്ചവെള്ളം വിറ്റിട്ടെങ്കിലും നമ്മൾ ജീവിച്ചു പൊക്കോട്ടെ സാറേ. അല്ല സാറേ, കുടിവെള്ളം കൊണ്ടുപോകുന്നത് അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള കുറ്റമാണോ? അല്ല. നമ്മൾ ഇവിടെ കുറച്ചു കാലം ഇല്ലാത്തത് കൊണ്ട് നിയമം മാറിയതൊന്നും അറിഞ്ഞില്ല. പോരാത്തതിന് ഇന്നത്തെ പത്രം വായിച്ചിട്ട് 5-6 ദിവസമായി സാറേ. വേണമെങ്കിൽ അത് പറഞ്ഞോ. അത് വേണമെങ്കിൽ ഇങ്ങനെ കൈ ചൂണ്ടിട്ട് പറ. നിന്ന് ചിലക്കാണ്ട് വണ്ടി എടുത്ത് പോരാ. ചിന്നാടന്റെ ലോറിയില് സ്പിരിറ്റ് എടുത്തുന്നേന് എന്റെ മക്കിട്ടെങ്ങാനും കേറി വന്നാ സാറേ. ഇതൊക്കെ നമ്മള് ദിലീപന്റെ പടം എത്ര തവണ കണ്ടത്, എത്ര വട്ടം കണ്ടാലും അത് ബോറടിക്കാത്ത ഫിലിമല്ല. ആ പേര് കൂടി പറഞ്ഞോ. റൺവേ. പറഞ്ഞ് എല്ലാം പറഞ്ഞിട്ട് സിനിമയുടെ പേര് മാറ്റി. പക്ഷെ ആ ഡയലോഗ് കൊണ്ടുള്ള മറുപടി ജിത്തു അത് സ്കോർ ചെയ്തു. അടിപൊളി അടിപൊളി. എന്തായാലും വളർച്ചയാണെങ്കിലും ഡയലോഗിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ കാർഡ് തന്നോളൂ. ഓക്കെ, സെലക്ട് ചെയ്തിട്ടുള്ള സ്ക്രാച്ച് ചെയ്ത് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ വളർച്ച ഇതിലുണ്ടാവട്ടെ അക്കങ്ങളുടെ കാര്യത്തില്. ഓക്കെ, പ്രാർത്ഥിച്ചോണ്ട്. അതെ, നേരത്തെ പ്രാർത്ഥന ഇവിടെ ഗുണം ചെയ്യട്ടെ. 150 എന്നുള്ളത് എത്രത്തോളം കൂടാൻ പോകുന്നുള്ളത് നമുക്ക് നോക്കാം. 2500. അടിപൊളി. ഇപ്രാവശ്യം 2 0 ഉണ്ട്. പക്ഷെ അതിന് മുമ്പ് 25 കൂടി ഉണ്ട് അല്ലെ? 2500 രൂപ. കാർഡ് തീർന്നു, സ്പേസ് കഴിഞ്ഞു എന്നുള്ളതാണ്. സോ 25 അല്ലെ 00 2500 രൂപ. ഒറ്റയടിക്ക് 150 200 നഷ്ടപ്പെട്ടേനെ. 200 പകരം 2500 നേടി കംബാക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ 2500 അല്ലെ 150 2650 രൂപ. രണ്ടാമത്തെ റൗണ്ട് ഫസ്റ്റ് ആകുമ്പോഴേക്കും അല്ലെ? അടിപൊളിയാണ് ട്രാക്ക്. ഓൾ ദി ബെസ്റ്റ് ഗൈസ്. യെസ്. അപ്പൊ എന്തായാലും ട്രാക്ക് കൊള്ളാം. ഓക്കെ, ഇനി അതേ ട്രാക്കിൽ തന്നെ ഒന്ന് മാറ്റി പിടിക്കണ്ടേ? റെഡി? സോ ഇനി ആര്യ അവിടെ നിന്നോളൂ. ജിത്ത് ഇങ്ങോട്ട് വരാനേക്കാൾ മുമ്പ് കാർഡൊന്ന് സെലക്ട് ചെയ്തു. ഇപ്പൊ മറ്റേ പ്രാർത്ഥന കിട്ടുള്ള കളിയില്ലാതെ അല്ലേ? ഞാൻ സെലക്ട് ചെയ്തപ്പോ 2500. അതെ, ഇത് ഭയങ്കര ചലഞ്ച് ആണ്. കാരണം അവിടെ ഓൾറെഡി സെലക്ട് ചെയ്തപ്പോൾ 2500 കിട്ടി. അപ്പൊ ഇതിലെ അല്ലെ ഒരു 5000 വരണം ആര്യ. റെഡി? യെസ്. അപ്പൊ ജിത്ത് ഇങ്ങോട്ട് പോരെ. റെഡി? സോ ആദ്യം വായിച്ചു നോക്കിക്കോളൂ. സമയം തരുമ്പോ ഓർക്ക് വായിക്കാം. കിട്ടിയോ? പോയിന്റ് കിട്ടിയിട്ടുണ്ട് ജിത്തുവിനെ. റെഡി? സോ ജിത്തു, ആര്യ, യുവർ ടൈം സ്റ്റാർട്ട് നൗ. നിലവാരമുള്ള നല്ല സിനിമ ചെയ്യണമെന്ന ആഗ്രഹത്തോടുകൂടി തന്നെയാണ് മലയാള സിനിമയിൽ വന്നത്. പക്ഷേ ഇതിനകത്ത് വന്നപ്പോൾ ഇവിടെ എന്താ? കോക്സ്, ബെൽറ്റ്, ഗ്രൂപ്പിസം, വെറൈറ്റിസം, നെപ്പോട്ടിസം. അവന്റെ മകൻ ഇത് നമ്മുടെ ചേട്ടന്റെ ചേട്ടൻ നിവിൻ പോളിന്റെ സിനിമയുടെ പേര് വരാം. കിട്ടിയത് ഡയലോഗ് കഴിച്ചാ പോരാ, സിനിമയുടെ പേര് പറ്റേ. വർഷങ്ങൾക്ക് ശേഷം നിവിൻ പോളി കുറെ നാൾക്ക് ശേഷം വന്ന മൂവിയല്ലേ. അപ്പൊ ഇമോഷനൊക്കെ ആവണതാണ്. ഇനി സ്ക്രാച്ച് ചെയ്ത് നോക്കൂ പെട്ടെന്ന്. റെഡി? നേരത്തെ അല്ലെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ച് എടുത്തതിന്റെ 2500 ആ സൈഡ് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം എടുത്തത് ആര്യാണ്. സോ അത് കവർ ചെയ്യുമെന്നുള്ളത് ഇവിടെ നോക്കാം. ഒന്നും കാണുന്നില്ല. അതെ, 50 ഉണ്ട്. ഓ, ഇത് കാർഡെടുത്തായിരുന്നു ആര്യല്ലേ? ഒരേക്ക് ജെത്ത് എടുക്കുമ്പോ 2500, നമ്മൾ എടുക്കുമ്പോ 50 അല്ലേ? അപ്പൊ എന്തായാലും റൗണ്ട് ചെയ്ത് പറയാം. 2650 എന്നുള്ളത് ഒരു 50 രൂപ കൂട്ടിയിട്ട് 2700 എന്നുള്ളത് പറയാം. ആ റൗണ്ട് ചെയ്യാൻ വേണ്ടിട്ട് എടുത്തതായിരിക്കും. 2700. കൊള്ളാം. ഇനി മുതൽ എന്ത് തീരുമാനിച്ചു? കാർഡ് എടുക്കുമ്പോ ജിത്തു കാർഡ് എടുക്കുന്നുള്ളത് അല്ലെ തീരുമാനിച്ചു എന്നുള്ളത്. അപ്പൊ എന്തായാലും രണ്ടാമത്തെ റൗണ്ട് അല്ലെ ഒട്ടും മോശമല്ല എന്നുള്ള രീതിയിലേക്ക് തന്നെ നമുക്ക് അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പാട്ട് വിശേഷങ്ങളും അല്ലെ
ഭാഗ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനി വരയുടെ വിശേഷം കൂടിയാണ്. ഓൾറെഡി ഒരു ബോർഡൊക്കെ നമുക്ക് ഈ ഫ്രെയിമിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു സൂചന തന്നിട്ടുണ്ട് ഇവിടെ വരയ്ക്കും എന്നുള്ളത്. പക്ഷെ നമുക്ക് രണ്ടുപേരും കൂടെ വരയ്ക്കും എന്നുള്ളതാണ് റൗണ്ടിന്റെ പ്രത്യേകത. ഓക്കെ, റെഡി? യെസ്. അപ്പൊ കാർഡ് തരട്ടെ? ഞാൻ എടുക്കുന്നില്ല. തീർച്ചയായിട്ടും സംഭവിക്കട്ടെ. എനിക്കൊന്നും അങ്ങനെ നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല അല്ലേ? എടുക്കാര്യ നമ്മള് ആദ്യത്തെ കാർഡ് തന്നെ ഫസ്റ്റ് തന്നെ എടുക്കാം. ഓക്കെ, ഇനിയും പ്രാർത്ഥിക്കുന്നില്ല. അതെ, അതാണ് പ്രശ്നം. കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ അതിൽ നിന്ന് മാറും അല്ലെ, മാജിക് ഒക്കെ സംഭവിക്കണം. അപ്പൊ എന്തായാലും ഒരാൾ കൂടെ ഇനി ഇങ്ങോട്ട് ഒരാളെ സമയമാണ്. സോ നേരത്തെ ആരാദ്യം വന്നേ? ആരും വന്നു അല്ലെ? ഇപ്രാവശ്യം ജിത്തു. ഓക്കെ, അപ്പൊ ജിത്തുവിന് ഞാൻ ഇപ്പൊ ഒരു മൂവി ടൈറ്റിൽ കൊടുക്കും. ഓക്കെ, സിനിമയുടെ പേരായിരിക്കും. 1 മിനിറ്റ് സമയം തരും. ജിത്തു ആ ഒരു സമയത്ത് 1 മിനിറ്റിനുള്ളിൽ ഇവിടെ വരയ്ക്കും. അപ്പൊ മൂവിയുടെ പേരായിരിക്കില്ല, ഒരു പക്ഷേ ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും ഗസ് ചെയ്യാൻ തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് ജിത്തുവിന് വരയ്ക്കാം. നിസ്സാരം അല്ലേ? ഓക്കെ, ആണ് കോൺഫിഡൻസ് കണ്ടോ? ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും എവിടെ ഉണ്ടായിരിക്കും? നമ്മളൊക്കെ സ്റ്റുഡൻസ് ആണ്. റെഡി? പറയട്ടെ. സോ ജിത്തുവിന് കുറെ അധികം ഐഡിയാസ് ആയിട്ടാണ് ജിത്തു നിൽക്കുന്നത്. സോ ജിത്തു, സോ 3, 2, 1, here we go. മായ്ക്കാനാണ് ആ കയ്യിലൊരു സാധനം തന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ആകാശം, മേഘം, ആകാശം, ആകാശദൂത്, ആകാശം. അതെന്താണ് സൂര്യനെയാണ് വരയ്ക്കുന്നത്? ആ സൂര്യൻ വീണു, കടലിൽ വീണു താഴെ. നീലാകാശം, പച്ചക്കടൽ, അല്ല, ആകാശം, ആകാശഗംഗ. അന്നേരം ഈ മേഘം വരച്ച മേഘം പറയാതെ ആകാശം പറയാനുള്ള കാരണം എന്താ? സന്ദേശം പറയാം അല്ലെ, മേഘദൂത് പറയാം. പറഞ്ഞത് ഉദ്ദേശിച്ചതല്ല പറയാൻ മാത്രല്ലേ. അപ്പൊ ഇതെന്താന്ന് പറ. അപ്പൊ അതെന്തായിരുന്നു? വെള്ളമല്ല, നദി, ഗംഗയിലെ മുങ്ങിയ പാപങ്ങൾ തീർക്കുന്ന ആള് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മള്. അതിന്റെ ഉദ്ദേശം പക്ഷെ ആകാശം പിടിച്ച് കറക്റ്റ് റൂട്ടില് ഗസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് അടിപൊളിയായിരുന്നു. യെസ്, സോ കൺഗ്രാറ്റ് ഗൈസ്. എന്തായാലും ട്രൈ ചെയ്യാം. ഇനി അവിടെ കൊണ്ട് തീരില്ല, ആര്യക്ക് ടെൻഷൻ ഇനിയാണ്. ഇനി അത് കറക്റ്റ് എത്രത്തോളം എമൗണ്ട് കിട്ടുന്നുള്ളത് അല്ലെ. ജിത്തു സ്ക്രാച്ച് ചെയ്യാന്നല്ല, ആര് സെലക്ട് ചെയ്തു? ജിത്തു സ്ക്രാച്ച് ചെയ്യും. യെസ്, ഫൈനലി 2 അക്കത്തിൽ നിന്ന് 3 അക്കം ആയിരിക്കുകയാണ് ആര് സെലക്ട് ചെയ്തിട്ട് 500 അല്ലെ. 2700 എന്നുള്ളത് ഒറ്റയടിക്ക് 3700 മാറിയിട്ടുണ്ട്. 3000 പ്ലസ് ആയിട്ടുണ്ട്. യെസ്, അപ്പൊ എന്തായാലും നേരത്തെ ഓൾറെഡി ആരെ കുറിച്ച് ഒരു ബിൽഡപ്പ് ജിത്തു തന്നിട്ടുണ്ട് അല്ലെ, ഒരു രക്ഷയില്ലെന്നുള്ളത്. പക്ഷെ ബിൽഡപ്പ് തന്ന ആള് ഭയങ്കര ഈസി ആയിട്ട് വരച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പൊ അത് ഗസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഗസ് ചെയ്ത് റൂട്ടും കറക്റ്റ് ആയിരുന്നു. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അടിപൊളിയായി നടന്നിട്ടുണ്ട്. ആ കമ്മ്യൂണിക്കേഷൻ വീണ്ടും അടിപൊളിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെ, നിങ്ങളുടെ ഭാഗ്യം കുറച്ചുകൂടെ അടിപൊളിയാവും, കുറച്ചുകൂടി വലിയ എമൗണ്ട് വരും. അപ്പൊ ആ ഭാഗ്യത്തിലേക്ക് കൂടെ ഒന്നുകൂടെ പോവാം. ഇനി അവിടെ കൊടുക്കാല്ലേ, ഇനി റിസ്ക് എടുക്കാൻ വയ്യ. ഇപ്പൊ അത് കിടക്കുന്ന പോലെ കുറച്ച് പോളിഷ് ആയിട്ട് അവിടെ നിന്നോട്ടെ. സോ കാർഡ് അവിടെ വെച്ചോ. എന്നിട്ട് ആരും ഇങ്ങോട്ട് പോരെ, ഡ്രോയിങ് ടീച്ചർ ഇങ്ങോട്ട് പോരെ. ഓക്കെ, കിട്ടിയല്ലോ അല്ലെ. സിമ്പിൾ ആയിട്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ടീച്ചർ നിലയിൽ കൃത്യമായിട്ടൊരു അല്ലെ ഒരു പോയിന്റിൽ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഗസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ അവിടെ ഉണ്ടായിരിക്കും. So Arya, your time starts now. ഫേസ് ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഫേസ് ആണ്. ഓക്കെ, ഇത് അതിലുള്ള ക്യാരക്ടർ ആണോ? അങ്ങനെ ചോദിക്കരുത്. ഗസ് ചെയ്ത് തുടങ്ങിക്കൊണ്ടിരിക്കൂ. ആ മൂവ് നൈസ് ആണ്. പയ്യനാണോ അത്? കേളി ഹെയർ, സൗണ്ട് തോന്നുന്നു. ഓക്കെ, ആ മൂക്ക് അങ്ങനെ ആവണത് എന്തായിരിക്കും എന്നാണ് ആരും ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ഷൻ ഒന്നും പറ്റില്ല, അത് ഡ്രാമയോ. ബ്രില്യന്റ് മൂവ്. ഓക്കെ, സമയം പോയിക്കൊണ്ടിരിക്കുന്നു. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാണ്. സോ 5, 4, 3, 2, 1. തലയിൽ ആ തൊപ്പിയൊക്കെ വെച്ചാണെങ്കിലേ മനസ്സിലാവും. ഒരു സെക്കൻഡ്, അതൊന്ന് മാച്ച്. ജോക്കർ ആയിരുന്നെങ്കിൽ ജെത്തു എങ്ങനെയാണെന്ന് ഗസ് ചെയ്യിപ്പിക്കാൻ നോക്കി നോക്കാം. അച്ചോക്ക് കൊടുത്തേ.
ചിരി. അതെ അതെ അതെ. ആ ക്യാപ്പിൽ കുറെ കൂടി ഗസ് ചെയ്യാൻ പറ്റിയിരുന്നു. ആ ഐഡിയ നൈസ് ആയിരുന്നു. നൈസ് ബോയ് ആയിരുന്നു, നൈസ് ആയിരുന്നു. ഈ കാർഡ് സ്ക്രാച്ച് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കിട്ടില്ല. പക്ഷെ ഇനി സ്ക്രാച്ച് ചെയ്തിട്ട് അറിയാം, അങ്ങനെ വേണ്ടി സ്ക്രാച്ച് ചെയ്യാം. ഓക്കെ, അറിയാം അല്ലെ? വിഷമിക്കണോ? ചിലപ്പോ വലിയ 5 6 ഒക്കെ ആവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വിഷമം കൂടും. നമുക്ക് സ്ക്രാച്ച് ചെയ്ത് നോക്കാം. യെസ്, ഇതിനുള്ള ആദ്യമായിട്ട് എമൗണ്ട് കണ്ടിട്ട് വിഷമം വരാൻ പോകുന്നത്. എന്തായാലും 750 അല്ലെ, ഒരു 3 അക്കത്തിൽ തന്നെ പീക്കിൽ നിൽക്കുന്ന ഒരു എമൗണ്ട് കൂടിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ 3200 എന്നുള്ളത് അല്ലെ 3950, 4000 അടുത്ത് കിട്ടാനുള്ള ഒരു ചാൻസ് കൂടിയായിരുന്നു. ജോക്കർ കൊണ്ടുപോയി അല്ലെ. യെസ്, ജസ്റ്റ് മിസ്. 3 റൗണ്ട് പിന്നിടുമ്പോൾ 3950 എത്തേണ്ടത് ഒരു 750 ഇങ്ങനെ കുറച്ച് 3200 നിൽക്കുന്നുണ്ട്. പക്ഷെ നല്ല എമൗണ്ട് ആണ്. ഭംഗിയായിട്ട് പാടുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷൻ തരാണ് നിങ്ങൾ കുറച്ചൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സോങ് പാടാൻ പറഞ്ഞതായിരിക്കും. ലിറിക്സ് നോക്കി പാടാൻ പറ്റൂല. നോക്കി പാടാം. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് പാട്ട് കൂടി ആണ്. അപ്പൊ ജിത്തുവിന്റെ ഫേവറേറ്റ് ആണ്. എല്ലാവരും ഫേവറേറ്റ് ആണല്ലേ? ഓക്കെ. വിഷമം വരും. ദൂരെ നിന്നും പിൻവിളി കൊണ്ടെന്നെ ആരും വിളിച്ചില്ല, കാണാ കണ്ണീരൻ കാവലിൻ നൂലിനായി ആരും തുടച്ചില്ല. ദൂരെ നിന്നും പിൻവിളി കൊണ്ടെന്നെ ആരും വിളിച്ചില്ല, കാണാ കണ്ണീരൻ കാവലിൻ നൂലിനായി ആരും തുടച്ചില്ല. ചന്ദന പുഞ്ചിതയിൽ എൻ്റെ അച്ഛനെറിയുമ്പോൾ മച്ചകത്താരോ തേങ്ങിപ്പറക്കുന്നത് അമ്പലപ്രാവുകളോ, അമ്പലപ്രാവുകളോ. ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കുതിലേ, കാറ്റൻ മൺവിളക്കുതിലേ, കൂരിരുൾ കാവിൻ്റെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്കു നിന്നില്ലേ, ഞാൻ ഇന്നൊറ്റയ്ക്കു നിന്നില്ലേ. ഇനി പാചകം അറിയില്ല എന്നുള്ള പേടി വേണ്ട. ഖദീജ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ആത്മവിശ്വാസത്തോടെ പാചകം ചെയ്യാം. ഖദീജ ഫുഡ് പ്രൊഡക്ട്സ്, മായമില്ലാത്ത രുചിക്കൂട്ട്. ഓക്കെ. EIQ കോസ്മെറ്റിക്സിന്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടിയാണ്. പ്രത്യേകിച്ച് റീജിയണൽ ക്ലൈമറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഇന്ത്യയിലെ ബ്രാൻഡാണ്. ആൻഡ് ക്വാളിറ്റിയിലും സേഫ്റ്റിയിലും മുൻപന്തിയിലാണ്. കോട്ടയം ജില്ലയിൽ നിന്ന് യാതൊരുവിധ മായങ്ങളും പ്രിസർവേറ്റീവ്സും ചേർക്കാത്ത ശുദ്ധമായ ശർക്കര പാനീയത്തിലെ കപ്പലണ്ടി മിഠായി, എള്ളുമിഠായിയുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടിയാണ്. മനുഷ്യന്റെ ആരോഗ്യം നശിപ്പിക്കുന്ന പ്രിസർവേറ്റീവ്സോ ഫുഡ് കളേഴ്സോ ഒന്നുമില്ലാതെ പ്രകൃതിദത്തമായിട്ടുള്ള ശുദ്ധമായ എണ്ണയിൽ തയ്യാറാക്കിയ അഫിയ ഷിപ്പിന്റെ സ്പെഷ്യൽ പിക്കുകൾ കൂടിയാണ്. അപ്പൊ എന്തായാലും അടിപൊളി ഒരു കിടൽ എപ്പിസോഡായിരുന്നു. പാലക്കാടിന്റെ മണ്ണിൽ വന്നിട്ട് അല്ലെ ഒട്ടും മോശമാക്കിയില്ല. നല്ല 2 പേരെ തന്നെ കിട്ടി. അപ്പോൾ ശരിക്കും ഭാഗ്യ നിർഭാഗ്യങ്ങൾ വന്നു പോയൊരു ദിവസം കൂടിയായിരുന്നു, എപ്പിസോഡ് കൂടിയായിരുന്നു. അപ്പൊ ഇതുപോലെ കിടല മത്സരാർത്ഥികളുമായിട്ട് ഇനിയും സ്ക്രാച്ച് എമ്മിന്റെ അറിവിന്റെ വേദിയിൽ നമ്മൾ എത്തും അല്ലെ. അപ്പൊ അതുവരേക്കും